ഇതിൽ മിനി എടുത്തു പറഞ്ഞൊരു കാര്യം ഇന്ന് അടിമത്തത്തിന് പ്രസക്തി ഇല്ല എന്നാണ്. ആ ഒരു വാർത്തയോടെ ഒന്ന് പ്ലേ ചെയ്യാം. ഇപ്പം നമ്മൾ കണ്ടതാണ്, അതിൻ്റെ വേറൊരു വാർത്തയാണ്, അതുകൂടെ ഒന്ന് പ്ലേ ചെയ്യാം. അടിമത്തം എന്നേ അംബേദ്കറൊക്കെ നിർത്തിയതാണ്. അതിപ്പോൾ ഈ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അടിമത്തം എന്ന കാര്യത്തിനേ ഒരു പ്രസക്തിയില്ല. ഇന്ന് സബ്കാ സാത്ത് സബ്കാ വികാസാണ്. എല്ലാവരോടുമൊപ്പം എല്ലാ ജാതിയിലുള്ള ആളുകൾക്കും റിസർവേഷൻ നൽകി അദ്ദേഹത്തെ പരിഗണന കൊടുത്തുകൊണ്ടുള്ള എല്ലാ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. വികസിത ഇന്ത്യയാണ് ഇന്ന് നമുക്ക് കാണുന്നത്. ഇതിൽ അടിമത്തം എവിടെയാണുള്ളത്? അടിമത്തത്തിൻ്റെ ഒരു കാര്യമില്ല. ഇത് ഇന്ന് പുതിയ തലമുറയിലേക്ക് ഇത് ഇഞ്ചക്ട് ചെയ്യുന്നത്. അടിമത്തം ഉണ്ടായിരുന്നു എന്നൊരു കാര്യം പുതിയ തലമുറയ്ക്ക് ഓർമ്മപ്പെടുത്തുകയല്ല ശരിക്കും വേടൻ്റെ വരികൾ. അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കണം. അതിപ്പോൾ അടിമത്തത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുള്ളതല്ലേ. നമ്മൾ അംബേദ്കറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അടിമത്തത്തെക്കുറിച്ച് പഠിക്കില്ലേ? ഏത് കുട്ടിക്ക് അതിൽ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, അടിമത്തം ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നതല്ല വേടൻ്റെ വരികളെന്ന്. അപ്പോഴും മിനി പറയുന്നത് ഇന്നത്തെ കാലത്ത് അതിന്റെ പ്രസക്തി ഇല്ല എന്നാണ്. മുൻപ് നടന്നിരുന്ന കാര്യങ്ങളും ഇന്ന് നടക്കുന്ന കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ എന്തിനാണ്